അല്ലെ മത്തായിയുടെ സുവിശേഷം 27. മത്തായി 27 1 തുടങ്ങി പുലർച്ചയ്ക്ക് മഹാപുരുതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്ക മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രയേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ കാണിച്ചു കൊടുത്ത ആ സംഭവം, അതല്ലെങ്കിൽ പീഡാസനം തീർപ്പിച്ച കർത്താവിനെ കുരിശുമരണത്തോടനുബന്ധിച്ചുള്ള സംഭവം എഴുതാം. അപ്പൊ അവിടെ മഹാപുരോഹിത ജനത്തിന് മുമ്പല്ല യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവരെ ബന്ധിച്ചുകൊണ്ട് നാടുവാഴി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പൊ യേശുവിനെ കൊല്ലുവാനായിട്ട് കൂടി വിചാരിച്ചിട്ടാണ് അവര് പിടിച്ചുകൊണ്ട് പോയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പിന്നെയും കൊണ്ട് വിചാരണയ്ക്കൊക്കെ നിർത്താം. നമ്മൾ നമ്മുടെ കോടതിയിലൊക്കെ ഒരാളെ കുറ്റവാളിയൊക്കെ കൊണ്ടു നിർത്തുമ്പം അവിടെ അങ്ങോട്ട് വാദവും പ്രതിവാദങ്ങളെല്ലാം നടന്ന് വിചാരണ എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. അന്നേരം അയാൾ കുറ്റവാളിയാണ് എന്ന് പോലും ഡിക്ലെയർ ചെയ്ത് അവർ നമുക്ക് കുറ്റവാളി എന്ന് പറയാൻ പോലും പറ്റത്തില്ല. അയാളെ പ്രതി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വാദി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അയാളെ കുറ്റക്കാരൻ എന്ന് പറയണമെങ്കിൽ കോടതി വിധിക്കണം. എന്നാൽ മാത്രമേ അതിന് ശേഷമാണ് അതിനുള്ള ശിക്ഷ വിധിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കൊല്ലുവാൻ തീരുമാനിച്ചിട്ടാ പിടിച്ചുകൊണ്ട് പോയത്. കാരണം ഇത് അവരത് ചെയ്യുമ്പോൾ അവര് വിചാരിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം നടക്കുമ്പോഴും, പക്ഷെ ഇതെല്ലാം തിരുവെഴുത്തുകൾ പ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കുക. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ താഴോട്ട് വായിക്കാൻ നമുക്ക് മനസ്സിലാവും അത് ഇവിടെ എന്നിട്ട് അവിടെ കൊണ്ട് ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു യൂദാ കണ്ട് അനുതപിച്ചു. അപ്പൊ യൂദായ്ക്ക് ഒരു അനുതാപം ഉണ്ടായി. അവിടെ നമ്മളൊക്കെ പറയും യൂദാ കെട്ടിത്താങ്ങി ചത്ത് അവൻ അനുതപിച്ചില്ല, പാപം ഏറ്റു പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യൂദാ അനുതപിച്ചു. എന്നിട്ട് ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരെ അടുക്കൽ മടക്കി കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാതെ രക്തത്തെ കാണിച്ചു കൊടുത്ത പാപം ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കുകയല്ലേ എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിച്ചെന്ന് കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. അപ്പൊ അനുദപിച്ചു എന്ന് മാത്രമല്ല, പണത്തിന് വേണ്ടി അത് ചെയ്തിട്ട് ആ പണം തന്നെ യൂദാ ഉപേക്ഷിക്കുന്നുണ്ട് നമ്മളോട് കാണുന്നുണ്ട്. മനസ്സിലായി? പിശാച് എന്താണോ നമ്മളെ മോഹിപ്പിച്ച്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി മോഹിപ്പിച്ചിട്ട് പാപം ചെയ്യിപ്പിക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും ഉപകാരമല്ലാതെ വരും. അല്ലെങ്കിൽ അത് നമുക്ക് വല്ല കെണിയായിട്ട് വരുന്നതായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ അവിടെ അത് കളഞ്ഞിട്ട് പോയിട്ടാണ് കെട്ടിത്തൂങ്ങി ചാകുന്നത്. എന്നിട്ട് അവരതെന്ത് ചെയ്യുന്ന ഇത് രക്തവില്ലയാണെന്നും പറഞ്ഞിട്ട് അതെടുക്കാതെ പണ്ടാരത്തിൽ പോലും ഇടാതെ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി അത് അവിടെ തിരുവെഴുത്ത് നിവൃത്തിയാകും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പറയുന്ന എന്നാൽ നാടുവാഴിക്ക് മുമ്പാകെ നിന്ന് യഹൂദൻ രാജാവ് എന്ന് നാടുവാഴി ചോദിച്ചു, ഞാൻ ആകുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. മഹാപുരോഹിത മൂപ്പന്മാരും കുറ്റം ചുമത്തുകയാൽ അവരൊന്നും പറഞ്ഞില്ല. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒന്ന് യേശു മറുപടി പറയുന്നില്ല. യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നു. പക്ഷെ കുറ്റം ചുമത്തുന്നതിനൊന്നും യേശു മറുപടി പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പീലാത്തോസിനോട് യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിളിക്കണം. ഇത് 18-ാം വാക്യം പറയുന്നു, അവൻ അസൂയ കൊണ്ടാകുന്നു അവൻ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അപ്പൊ അസൂയ കൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചത്. എന്നിട്ട് നമ്മൾ 23-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവിടെ പറയുന്ന അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവർ ചോദിച്ചു, അവനെ ക്രൂശിക്കട്ടെ എന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ദോഷം എന്താന്ന് വെച്ചിട്ടും ദോഷം അവർക്ക് പറയുന്ന കാര്യങ്ങളൊന്നും ഒത്തുവരുന്നില്ല. അവർ പറയുന്നത് കളവാന്നറിയാം. പക്ഷെ അസൂയ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ക്രൂശിക്കണമെന്ന് ആർത്ത് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പൊ അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ദുരാത്മാവാണെന്ന് മനസ്സിലാക്കണം.
നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ അസൂയ തോന്നുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ദുരാത്മാവുണ്ട്, അസൂയയുടെ സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെന്നുള്ള. ആ മേഖല അസൂയ എന്ന് പറയുന്ന ദുരാത്മാവ് കയറി കഴിഞ്ഞാൽ കൊലപാതകം വരെ ചെയ്യും. ഹാബേലും കയ്യനും കൂടെയുള്ള വിഷയത്തിൽ കയ്യൻ ഹാബേലിനെ കൊല്ലാൻ കാരണം അസൂയ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓരോന്ന് ശൗല് ദാവീദിന്റെ പുറകെ കുന്തമായിട്ട് പോയതിന്റെ കാര്യം അസൂയ. അപ്പൊ അങ്ങനെ അപ്പം യോസഫിനെ സഹോദരന്മാരെന്തിനെ പൊട്ടക്കണ്ടി എടുത്തിട്ട് അസൂയ നിമിത്തം അത്രേ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി അസൂയയാണ്. അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമല്ലത്, അതൊരു സ്പിരിറ്റാണ്. ഈ ദുരാത്മ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ചെയ്യുന്നതിന് ന്യായം ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ദുരാത്മാവിന് ഒരിക്കലും ന്യായവും അന്യായവും ഒന്നും ഇല്ല. അവനവന്റെ പ്രവൃത്തി ചെയ്തെടുക്കുക എന്ന് മാത്രമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദുരാത്മ ശക്തികൾ കയറി കഴിഞ്ഞാല് ന്യായം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിശാച് പറയും അവിടെ നിൽക്കുക, ഞാനേ നോക്കട്ടെ, ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കയറി ശിക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് കയറിയിട്ട് തൊടാമെന്നാണ് പറഞ്ഞത്. അല്ല, അവൻ ഗ്യാപ്പ് കിട്ടുന്നിടത്തെല്ലാം കയറും. അതുപോലെ ദുരാത്മാവ് കയറി കഴിഞ്ഞ ആൾക്കാർ അവർ അസൂയ നിമിത്തം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അവർ കൊല്ലുവാൻ തീരുമാനിച്ചു. അല്ലെ, ഇവിടെ എന്താ കുറ്റമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഒന്നും അല്ല അവർ പറയുന്നത്. അവനെ ക്രൂശിക്കണം ആർത്ത് ഹാലയിലെ അവിടെ പറഞ്ഞ അവനെ ക്രൂശിക്കണം അവരെല്ലാവരും നിലവിളിച്ച് പറയുകയും ചെയ്യുന്നത്. കാരണം അവർക്ക് പറയാനായിട്ട് ന്യായവും നീതി ഒന്നും ഇല്ലെങ്കിൽ ഹാലയിലിയ അവിടെ അവര് ക്രൂശിക്കണം എന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യരെ നോക്കുമ്പോൾ ഇന്നിപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഈ സഭകളൊക്കെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് മാത്രം കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ഹല്ലേലൂയ. ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മുടെ മണിപ്പൂർ സംഭവം നമ്മൾ 2 വർഷം എന്തായാലും തോന്നുന്നു, ഇന്നലെ ആയിരുന്നു തോന്നുന്നുണ്ട്, ഒരു ന്യൂസ് കണ്ട പോലെ. ഇതൊക്കെ സംഭവിക്കുമ്പം അവർ എന്തിനു നിങ്ങളിത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നീതി അവർക്ക് ന്യായം പറയാനുണ്ടോ അവർക്ക്? ഇല്ല. സുവിശേഷ വിരോധികളോട് ചോദിച്ച് നിങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, എന്താ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? ഒരു ന്യായമില്ല. കാരണം അവർക്കാണെങ്കിൽ പറയാനായിട്ട് ഒരു കാരണവുമില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന ദുരാത്മ ശക്തികൾ ഹല്ലേലൂയ, നീതിയില്ല, ന്യായമില്ല, ഒന്നുമില്ലെങ്കിലും അവര് ഹല്ലേലൂയ ഇവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുക വരെ ചെയ്യുന്നുണ്ട്. ആമേൻ, സ്തോത്രം. എത്ര ഭയാനകമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശുക്കർത്താവ് നേരത്തെ പറഞ്ഞ എന്താ, പിശാചി വരുന്നതിനെ അറുക്കുവാനും കുടിക്കുവാനും നശിപ്പിക്കുവാനും അത്രേ അവൻ വരുന്ന. ഹല്ലേലൂയ. അവന്റെ വരവിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല. നമ്മളെ ആരെയും നന്നാക്കാൻ വേണ്ടി പിശാച് ആരുടെ ജീവിതത്തിലേക്ക് വരുത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രമായിരിക്കും. പിശാച് ഒരു ഭവനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ അറുക്കുവാനും മുടിക്കാനും നശിപ്പിക്കാനും തന്നെയാണ് കയറുന്ന. ഹല്ലേലൂയ. ഇപ്പൊ പിശാചിനെ സേവിച്ച് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ആണെങ്കിൽ പോലും പറയുകയാണ്, അവസാനം അന്ത്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ നാശം തന്നെയായിരിക്കും. കാരണം വെച്ചാൽ അവന്റെ സ്വഭാവമാണ് ഫോഷ്ക്. ഹാലിലെ ഫോഷ്കിന്റെ അപ്പനെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അവൻ അതിനു വേണ്ടി മാത്രമാണ് കയറുന്നത്. ഹാലിലെ ഇന്നലെ ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ മീനിങ് എല്ലാവർക്കും അറിയില്ല. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷേകമുള്ള അഭിഷിക്തൻ എന്നാണ് ക്രിസ്തുവിന്റെ മീനിങ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അഭിഷേകത്തെ ഉള്ളവനല്ലെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനി എന്ന് പറയും. ഹാലയിലെ അപ്പൊ ക്രിസ്തു അപ്പൊ നമ്മള് മറ്റൊരിത് നമ്മൾ ആരംഭത്തിൽ മുതലേ പറയുന്നുണ്ട്. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ കള്ള ക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു വരുമെന്നുള്ള കാര്യം. എതിർ ക്രിസ്തു അന്നേ ഉണ്ടു എന്ന് ഹല്ലേലൂയ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. അപ്പൊ ഇവിടെയല്ല, ഈ ആന്റി ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ക്രിസ്തുവിന് എതിരായിട്ടുള്ളതാണ്, അല്ലെ എതിരായിട്ടുള്ളതാണ് എതിർ ക്രിസ്തു. അപ്പൊ നമ്മള് അപ്പൊ ഇന്നലെ പറഞ്ഞു വന്ന വിഷയം, അഭിഷേകത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവര് ക്രിസ്തുവിന്റെ മീനിങ് അഭിഷിക്തൻ എന്നല്ല, അഭിഷേകം അല്ലെങ്കിൽ മഷിക എന്ന് വെച്ചാൽ അഭിഷേകം ഉള്ളവൻ അല്ലെങ്കിൽ അഭിഷിക്തൻ തന്നെയാണ്. അപ്പൊ ആ അഭിഷിക്തനെ അഭിഷേകമാണ് നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ക്രിസ്തു എന്നുള്ളത്, അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട്, അഭിഷേകത്തിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ച അവര് ആന്റിക്രൈസ്റ്റിന്റെ ആത്മാവുള്ളവരാ, അല്ലേ? സാറാമസ്റ്റർ മൂന്ന് മാത്രമേ ആകപ്പാടെ കാണത്തുള്ളൂ. അത് തന്നെ മറിഞ്ഞിരിക്കും. പകുതി തലയുടെ ഭാഗം നെറ്റി മാത്രമേ കാണത്തുള്ളൂ, കണ്ണും മൂക്കൊന്നും കാണത്തില്ല. ബാക്കി എല്ലാരും ക്യാമറ മുഖം കാണത്തില്ലേ? മുഖത്തിന് ഇത്ര മാത്രമേ കാണാം. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം, പക്ഷെ ചെറിയ സ്ക്രീൻ വരുമ്പോഴത്തേന് കാണത്തില്ല. ആമേൻ, സ്തോത്ര ഹല്ലേലൂയ. നാളെ തുടങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ ക്യാമറ ഓണാക്കാൻ റെഡിയായിട്ടുണ്ട്. സാറാമസ്റ്റർ യാത്രയിലൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം.
അപ്പൊ ഇവിടെ അങ്ങനെ അത് ക്രിസ്തുവിന്റെ ആത്മാവിന് അഭിഷേകത്തിനെതിരായി സംസാരിക്കുന്ന, അഭിഷേകത്തിന് എതിർ നിൽക്കുന്നവരെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അഭിഷേകം എന്ന ക്രിസ്തുവാണ്. കരിഷ്മ അഭിഷേകത്തിനെതിരായി നിൽക്കുന്നവരെ നമുക്ക് ആന്റിക്രൈസ്റ്റ് ആത്മാവുള്ളവരെന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ എത്രത്തോളം ഇന്നത്തെ ദിവസങ്ങളിൽ പെന്തക്കോസ്ത കോളത്തിൽ എത്രയോ സ്ഥലത്ത് ഇന്നും അഭിഷേകം വേണ്ട എന്നും അഭിഷേകമുള്ള ആത്മാവിൽ സംസാരിക്കരുതെന്നും അഭിഷേകത്തിനെതിരായി പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പം എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ തേടി പുറത്തൊന്നും പോണ്ട കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്കുള്ളിലൊക്കെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഓരോ സ്ഥലത്തിലും ഇവിടെ നമ്മൾ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ അവനെ ക്രൂശിക്കണേ എന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറയണം. അപ്പം പീലാത്തോസ് ചോദിക്കുന്ന അതിന്റെ മേൽ എന്താ കുറ്റമുള്ളതെന്ന് വെച്ചാൽ കുറ്റത്തെക്കുറിച്ച് ഇവർക്ക് പറയാനില്ല. ഒന്നും പറയാനില്ലെങ്കിൽ പോലും വിസ്തരിച്ച് എല്ലാ കോടതിയിലും ഇവന്റെ മേൽ ഒരു കുറ്റവും ഇല്ലെന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ടും ജനങ്ങളുടെ അസൂയ നിമിത്തം ഹല്ലേലൂയ അവര് ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യൻ അങ്ങനെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കും നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മുടെ ഭാഗത്തൊരു കുറ്റമില്ല. നമ്മളിപ്പോ ഒരു കാര്യം ഇവിടെ ഒരു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിനെ കുറിച്ച് കാണുന്നു, കോടതിയെ കൊണ്ടുവന്നിട്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അന്യായമായിട്ടുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ് യേശു കർത്താവിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? വിഷമം എന്തായിരിക്കും? സങ്കടം എന്തായിരിക്കും? പരാതി എന്തായിരിക്കും? പരിഭവം എന്തായിരിക്കും? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. സാറാമ്മ സിസ്റ്റർ ഇന്ന കാര്യം പറഞ്ഞു എന്നങ്ങനെ ഞാനിപ്പോ ലിസ സിസ്റ്ററോട് പറഞ്ഞു കേട്ടെ. സാർ അയ്യോ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല മിനി സിസ്റ്റർ, എന്നാലും എന്ത് പിന്നെ എന്തൊരു വിഷമം, പിന്നെ എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറയും, എന്നാലും എന്നെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നത് എന്നാലും ഇങ്ങനെ നമ്മൾ എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിരുന്നിട്ട് ഒരു പാപവും ചെയ്യാതിരുന്നിട്ട് ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യും. അതുകൊണ്ട് എബ്രായ ലേഖൻ പറയുന്ന ഹല്ലേലൂയ. ആമേൻ. എന്താ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാവോ? എബ്രായ ലേഖനം 12-ാം അധ്യായം. വിശ്വാസന ഒന്നുടങ്ങിട്ട് വായിച്ചു. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു. അപ്പം സാക്ഷിയെ 11-ാം അധ്യായത്തിൽ ഇബ്രായ ലേഖനം 11-ാം അധ്യായം സാക്ഷിയുടെ വലിയൊരു സമൂഹത്തെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ വീര്യം കണ്ട അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നയിച്ച് വിശ്വാസ വീരന്മാര് ഒരു പട്ടിക അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ ഇവിടെ ഹാബേൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് വിശ്വാസ വീരന്മാർ വലിയൊരു നിര തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷമാണ് ഹല്ലേലൂയ പറയുന്നത്. എന്നിട്ട് ഇത്രയും സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. പക്ഷെ എങ്കിലും ഹല്ലേലൂയ അതിനെക്കാട്ടി വലിയൊരു സാക്ഷിയെ നമ്മുടെ മുമ്പ് നിൽക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ എല്ലാ ഭാരം ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഭാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരത്തെക്കാട്ടി ചില അപമാനമൊക്കെ നമ്മുടെ മുമ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭാരമാണ് നമുക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ അതുപോലെ പാപം ഹല്ലേലൂയ ഏതെങ്കിലും പാപം നമ്മളുടെ അതും വിട്ടിട്ട് എന്ത് വേണം നമ്മൾ സകല പാപം വിട്ട് നമുക്ക് മുമ്പ് ഓട്ടം സ്ഥിരതയോട് ഓടണം. ഒരു ദിവസം ഓടി ഒരാഴ്ച പിന്നെ ഓടത്തില്ല, അല്ലെങ്കിൽ ഒരാഴ്ച ഓടി 2 ദിവസം പിന്നെ ഓടത്തില്ല. അങ്ങനെയല്ല ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും അവനെ പ്രാർത്ഥന എപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ പ്രാർത്ഥനയൊക്കെ നല്ല സ്ഥിരതയോടെ നമുക്ക് പോകണം. ഹല്ലേലൂയ സ്ഥിരമായി തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഹല്ലേലൂയ ഓരോ ദിവസം വർദ്ധിച്ച് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഹല്ലേലൂയ ഓരോ ദിവസം അത് ഹല്ലേലൂയ വർദ്ധിപ്പിച്ച് ജ്വലിപ്പിച്ച് മുൻപോട്ട് പോകണം. അപ്പൊ ഇവിടെ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പലപ്പോഴും എന്തുകൊണ്ട് ഇത് കഴിയാതെ വരുന്ന വെച്ചാൽ ചില ഭാരങ്ങൾ നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ ചില പാപങ്ങൾ നമ്മളിലേക്ക് വരും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടം ഓടാൻ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പ്രാർത്ഥന ചില ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ അത് എല്ലാം വിട്ടിട്ട് എന്നിട്ട് വന്നാൽ മുമ്പ് വിട്ട് നമുക്ക് മുമ്പ് വെച്ചത് ഓട്ടം സ്ഥിരതയോട് ഓടുക. താനെ നോക്കാൻ അവർ വിശ്വാസനാനും പൂർത്തി യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. തന്റെ മുമ്പ് വെച്ച് സന്തോഷം ഓർത്താൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. അപ്പൊ അപമാനം അലക്ഷ്യമാക്കി എന്തൊക്കെ അപമാനം വന്നെന്ന്
നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വായിക്കണം, മനസ്സിലാവും. ഹാലയിലെ അവിടെ ഒന്ന് ഹാലയിലെ ഒരു പാവവും ഇല്ലാഞ്ഞിട്ടും ഇവന്റെ മേൽ ഒരു പാവവും ഇല്ല വിസ്തരിച്ച് എല്ലാ കോടതിയും മാറി മാറി വിസ്തരിച്ചിട്ട് അവിടെ എല്ലാം ഒരു പാപവും ഇല്ല എന്ന് പറഞ്ഞിട്ടും ഹാലയില പാപിയായിട്ട് ഹാലയില ക്രൂശമാണത് ഏറ്റവും നികൃഷ്ടമായ അന്നത്തെ കാലത്ത് ഏറ്റവും അപമാനകരമായ ഏറ്റവും നിന്ദയാകുന്ന മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത നമ്മൾ ഹാലയില അവിടെ അന്നത്തെ റൂൾ അനുസരിച്ച് ചാട്ടവാറടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ മരണം വേണ്ട, മരിക്കേണ്ട കാര്യം. പക്ഷെ അവിടെ അടിയും കൊടുത്തു, അല്ലെ മറ്റു പല പീഡകളിലൂടെ കൊടുത്തു. പിന്നെ കുരിശ് ആരെ കൊണ്ടും നമുക്ക് അറിയാം, ക്രൂശിൽ തലച്ചു കൊല്ലാൻ കൊണ്ടുവന്നതിനെ കൊണ്ട് ക്രൂശ് ചോപ്പിക്കത്തില്ല. എന്നിട്ട് ക്രൂശ് ചോപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ പലതും എല്ലാം നടക്കുന്ന അന്യായമായിട്ട്, ഒരു നീതിയും ഇല്ലാതെ, ഒരു ന്യായവും ഇല്ലാതെ യേശു കർത്താവിന് വേണ്ടി അന്ന് അവിടെ ഉണ്ടായതെല്ലാം അന്യായമായിട്ടായിരുന്നു. അതെല്ലാം അവിടെ സഹിക്കുന്നത്. അപ്പം അവിടെ എല്ലാം അതെല്ലാം അത് അപമാനം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നിന്ദയാണ്, ഏറ്റവും വലിയ അപമാനമായിട്ടാണ് കർത്താവ് യേശു. അപ്പൊ ആ അപമാനത്തെ അലക്ഷ്യമാക്കി, ഞാൻ പറഞ്ഞ കണക്ക് നമ്മളെ ആരെങ്കിലും ഇല്ലാത്ത കാര്യം ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹാലേലിയ. അപ്പൊ ഇവിടെ കർത്താവ് യേശുക്രിസ്തു അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഹാലേലിയ. അതുപോലെ നമ്മളോട് ഇബ്രായ ലേഖൻ പറയുന്നത് ഇതൊക്കെ നമ്മളിലേക്ക് വന്ന ഇതൊരു ഭാരമായിട്ട് നമ്മളിലേക്ക് വരും. ഈ ഭാരം നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും, ചിലപ്പോൾ നിന്നു പോകും. അപ്പൊ അതെല്ലാം നമ്മൾ വിട്ട് കളഞ്ഞ് ഓടണമെങ്കിൽ അപമാനത്തേക്ക് അലക്ഷ്യമാക്കി കളയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന അപമാനം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മളുടെ ഈഗോ നമ്മളുടെ ജഡം മരിക്കാത്തോണ്ടാണ്. പണ്ടൊരിക്കൽ പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ശവത്തെ നോക്കിയിട്ട് ആരെങ്കിലും രണ്ട് വഴക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ശവത്തിന് വല്ലതും പറ്റുമോ? വല്ലതും ഫീൽ ചെയ്യുമോ? ചെയ്യുമോ സിസ്റ്ററെ? ഫീൽ ചെയ്യുമോ? ഇല്ല. കാരണം വെച്ചാൽ അത് മരിച്ചു. കാരണം ആ ജഡത്തിന് ഫീലിങ്സ് ഒന്നുമില്ല. ആ ജഡം മരിച്ചു കിടന്ന് ജീവനില്ലാത്ത ജഡമായി മാറാൻ ഫീലിങ്സ് ഇല്ല. നമ്മൾ ഈ ഫീലിങ്സ് എല്ലാം കയറി വരുന്നതിന്റെ കാര്യം നമ്മുടെ ജഡം മരിക്കാത്തോണ്ടാണ്. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും, ഞാൻ മരിച്ചു, ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ഇപ്പൊ പിന്നെ ഉയർത്തെഴുന്നേറ്റിക്കുന്ന ഇനി ജീവിക്കുന്ന ഞാനല്ല, എനിക്ക് ക്രിസ്തു അത്ര. ഇത് വചനമായിട്ട് നമ്മൾ പറയും, ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപമാനമൊക്കെ കയറി വരുന്നതിന്റെ കാര്യം. മരിച്ച ശരീരത്തിൽ ഒരാൾ വന്ന് ഒരു അടി അടിച്ചു നിൽക്കട്ടെ, നമുക്ക് വേദനിക്കും, ഫീൽ ചെയ്യില്ല. കർത്താവ് പറഞ്ഞെന്താ ഒരു കാരണത്തായിരിക്കും മറുകാരണം കാണിച്ചു കൊടുക്കണം. പക്ഷെ ഇപ്പൊ മറുകാരണം കാണിച്ചു കൊടുക്കുവോ തിരിച്ചു പിടിച്ച് തല്ലുവോന്ന് അറിയത്തില്ല. പക്ഷെ ഈ മരിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് എന്താ? അല്ലെ ഒരാൾ എന്തെങ്കിലും നമ്മളോട് മോശമായി കാണിച്ച് നമ്മൾ വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അല്ലെ വൈരാഗ്യം വെച്ചാൽ അല്ലെങ്കിൽ അവരോട് മിണ്ടാതെ പിന്നെ കാണാതെ നമ്മൾ അവരെ ക്ഷമിച്ചു. ഞാൻ എപ്പോഴും പറഞ്ഞുതരാം, എന്റെ ജീവിതത്തിൽ വന്നിട്ട് എല്ലാവരും ക്ഷമിച്ചു, കർത്താവെ ക്ഷമിച്ചു കർത്താവ്, എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോടും മനസ്സിലില്ല. അവരെ കാണുമ്പോൾ അറിയാണ്ട് മോന്ത പോരും, മുഖത്തിന് പാവം മാറും. എല്ലാവരോടും ചിരിക്കുന്നതൊക്കെ അവരെ കണ്ട ചിരിക്കാൻ പറ്റില്ല, എല്ലാവരും സംസാരിക്കുന്ന അവരെ കണ്ട സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയും അവരോട് നമ്മൾ ക്ഷമിച്ചു എന്ന്. പക്ഷെ നമ്മൾ ക്ഷമിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുക? കർത്താവിന് നന്നായിട്ട് അറിയാമെന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മൾ മരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം മരിച്ചു എന്ന് എപ്പോഴും പറയും. അപ്പം കർത്താവ് യേശുക്രിസ്തു ഈ ശരീരത്തിന് വിലയേറിയത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരം കർത്താവിനറിയാം. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ട് വന്നത് കൊണ്ട് ഒരു മനുഷ്യനായി തന്നെ ദൈവം പുത്രനെ അയച്ചു. കർത്താവിനറിയാം ഈ ശരീരം ഞാൻ ഇവിടെ ചുഴി കഴിയുമ്പോൾ ഈ ശരീരം ഇവിടെ വിട്ട് കളഞ്ഞിട്ട് പോകാനുള്ള കാരണം ഞാൻ ഉയർത്തെഴുന്നേൽക്കാനുള്ള, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് ഒന്ന് എന്റെ ജീവിതത്തിൽ ഈ അപമാനമൊക്കെ ഒരു അല്പസമയത്തേക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80 അല്ലെ പോട്ടെ, അങ്ങ് മാക്സിമം 100 വയസ്സ് വരെ പോകുന്ന ആൾക്കാർ ഇരിക്കുന്നു ഇരിക്കട്ടെ, ഇത്രയും കാലത്തേക്കുള്ള അപമാനമേ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാകും. ഇന്നത്തെ കാലത്തിന് അതൊന്നും വലിയ കാര്യം. ഇന്നിപ്പോ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാൻ മനസ്സിലാവും. ഇന്നൊരു കാര്യം ഉണ്ടെങ്കിൽ ആൾക്കാര് 4 ദിവസം, അടുത്ത 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അടുത്ത പുതിയ കാര്യങ്ങൾ വരിക. അപ്പൊ പഴയതൊക്കെ മറന്നു പോകും. ഇന്ന് എത്ര പേര് മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്? ഇല്ല. കാരണം ഇപ്പൊ ഇലക്ഷൻ ചൂടിലാണ് ഇന്ത്യ മുഴുവൻ.
അപ്പൊ ആരും മണിപ്പൂരിനെ കുറിച്ച് പറയുന്നത് അന്ന് സംഭവിച്ചപ്പോ എന്താണ്, എല്ലാവർക്കും ഭയങ്കര പെയിൻ ആയിരുന്നു, എല്ലാവരും അതിനെ കുറിച്ച് പറയാൻ എടുക്കണം. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാലഘട്ടത്തിൽ ഏറ്റവും ഓരോ ദിവസം കഴിയും തോറും ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ പഴയത് മറന്നു പോകുന്നു. ഹാലയില് പക്ഷേ ദൈവത്തിന്റെ വചനം അങ്ങനെ മറന്നു പോകാനുള്ളതല്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ ഇന്ന് വായിച്ചിട്ട് നാളെ വിട്ടുകളയാനുള്ളതല്ല. ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉൾനട്ടതായിരിക്കണം. ആ ഹൃദയത്തിൽ അതോടെ കിടക്കണം. ആ വചനം ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് എന്തുകൊണ്ട് എന്തിന് ഇത് നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശരീരം മരിച്ചതാണ്. നിങ്ങളുടെ ശരീരത്തിൽ അപമാനമൊക്കെ അതിനെ അലക്ഷ്യമാക്കി കളയണം. കർത്താവ് യേശു ഇത് കേട്ടിട്ട് ഇച്ചിരി കഴിയുമ്പോ ഒരു ശകലം കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിൽ അപമാനം വന്ന നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടു. കാരണം എവിടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തോണ്ടാ. ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒരു അപമാനം വരണം. കർത്താവെ നന്ദി കേട്ടോ, സ്തോത്രം. അപ്പൊ ഹാലേലൂയ, ഇങ്ങനെ അപമാനം എന്റെ ജീവിതത്തിൽ വന്നതിന് എന്തോ ഒരു മഹിമ വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു മഹത്വം എന്നിലേക്ക് വരാൻ പോകുന്നു, അല്ലെ എന്തോ ഒരു പ്രൊമോഷൻ എനിക്ക് വരാൻ പോകുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് ഈ അപമാനം വന്നതെന്ന് പറഞ്ഞ് അതിന് സ്തോത്രം ചെയ്യാനും നന്ദി പറഞ്ഞ് ആർക്ക് കഴിയും? നമ്മളെല്ലാവരും ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ആ ശരീരം നമ്മുടെ ജീവിതത്തിൽ മരിച്ചിട്ടില്ല. ആ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തെ മരിപ്പിക്കണം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചെന്ന്. അവിടെ കർത്താവ് യേശുക്രിസ്തുവിന് ഒരു പാപവും ഇല്ലായിരുന്നു. അവർ അസൂയ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തതെന്നും എല്ലാ കാര്യങ്ങളും അവിടെ കർത്താവ് യേശുക്രിസ്തു അവിടെ താഴ്ത്തു ഭൗത്തായ സുശ അവിടെ തന്നെ വായിക്കുമ്പോൾ നീ ദൈവത്തിന്റെ പുത്രനാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു വായ പോലും തുറക്കുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നത് പോലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോടും പലരും വന്ന് പലതും ചോദിക്കുന്ന സമയത്ത് നമ്മളിൽ കിടക്കുന്ന നമ്മുടെ ചിടം ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയാന്ന് ഞാൻ തെളിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കാൻ നടക്കാറുണ്ട്. കർത്താവ് ഒരിടത്ത് പോലും അവരുടെ ചോദ്യങ്ങൾ തെളിയിക്കാൻ നടന്നിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ ദൈവമക്കളല്ലാത്തല്ല ജാതികളായ ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും വന്ന് നമ്മളോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെയൊക്കെ മുമ്പ് തെളിയിക്കേണ്ട ഒരു ആവശ്യകതയും നമുക്കില്ല. ആമേൻ. പക്ഷേ നമ്മളുടെ ജീവിതം നമ്മളെല്ലാം തെളിയിക്കാൻ നടക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണ്. ഇത് ആത്മാവിന്റെ അല്ല. ആത്മാവ് ഒരിടത്ത് പോലും ഈഗോ കാണിച്ചിട്ട് നമ്മൾ കണ്ടിട്ടല്ലേ? കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോസ്തലന്മാരുടെ മേൽ പകർന്ന ആത്മാവിനറിയാം, നമ്മുടെ മേലുള്ള ആത്മാവിനറിയാം. ഈ ആത്മാവ് എപ്പോഴെങ്കിലും എന്തെങ്കിലും വിരോധം വെച്ച് വൈരാഗ്യം വെച്ച് അത് ചെയ്തതായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഹല്ലേലൂയ ആത്മാവ് നമ്മളെ എപ്പോഴും അത് സൗമ്യതയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, അതെല്ലാം നമ്മളെ അതനുസരിച്ച് ആത്മാവിന്റെ പക്ഷെ ജഡം പലപ്പോഴും ആത്മാവിന് വിരോധമായി നമ്മൾ ആത്മീയമായി മുന്നേറാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളെ ജീവിതത്തിൽ നമ്മുടെ ചില ചിന്തകളൊക്കെ ഇട്ട് തന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഓട്ടത്തെ ക്ഷീണിപ്പിക്കാറുണ്ട്. ഈ ദിവസങ്ങൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകാവുള്ള അടുത്ത പറയുന്നത് നമ്മൾ പറഞ്ഞ അപമാനം മനുഷ്യനെ ക്രൂശിനെ സഹിക്കാൻ ദൈവസ്വഭാവ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അപമാനം അലക്ഷ്യമാക്കിയിട്ട് ക്രൂശിനെ സഹിക്കുകയും, ആ ക്രൂശിനെ സഹിക്കാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന്റെ 100 വേദന നമ്മൾ ഇന്ന് വരെ സഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അത്രയും ഭയാനകമായ, അത്രയും പീഡയായ, അത്രയും വലിയ വേദനയാ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാ? ദൈവസിംഹാസനത്തെ വലതുഭാഗത്തിരിക്കുകയും ചെയ്ത്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കാൻ ആ ഒരു മഹിമ ഓർത്തും അല്ലെങ്കിൽ ആ മഹത്വം ഓർത്തും കർത്താവ് അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞാൽ നമ്മൾ പക്ഷേ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുമെന്നും രാജാവ് കർത്താവിനോട് കൂടി രാജാതിരാജൻ കർത്താവ് യേശു കർത്താവിന്റെ 1000 വർഷക്കാലം അല്ലെങ്കിൽ ദീർഘായുകളോളം നമ്മൾ വാഴുമെന്ന് ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ളപ്പോഴും പക്ഷെ നമ്മൾ ഒന്നും വിട്ടുകളയാൻ റെഡിയല്ല, ഒന്നും സഹിക്കാൻ റെഡിയല്ല. പക്ഷെ നമുക്ക് കർത്താവിനോട് പൂജ്യം വേണം. നമ്മുടെ എല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറയാം, ഇന്നിപ്പോ കർത്താവ് വന്നു കഴിഞ്ഞാൽ കാളശബ്ദം കേട്ട് എത്ര പേര് ഉയർത്തെഴുന്നേൽക്കും? ഉറപ്പോട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ആപ്പാടെ കർത്താവിന്റെ രക്തത്താലിലെ വീണ്ടെടുപ്പിന്റെ എന്തൊക്കെയോ കർത്താവിന്റെ ആ കൃപയും കരുണയൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ പൊങ്ങിയേക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും മാറ്റം വന്നിട്ട് നമ്മൾ രൂപാന്തരപ്പെടുമെന്ന് പറയാൻ പറ്റുമോ? കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ നമ്മൾ നമുക്ക് മാതൃക കാണിച്ചു തന്നത് പോലൊരു സ്വഭാവ മാറ്റം നമ്മൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് എത്രയും പേർക്ക് ഞാൻ ചോദിക്കാം, ആർക്കെങ്കിലും ഒരാൾക്ക് ധൈര്യത്തോട് പറയാൻ പറ്റുമോ എനിക്ക് കർത്താവ് ഈ പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്റെ സ്വഭാവം ജഡത്തിന്റെ എല്ലാം വിട്ട് ഞാനിപ്പോ ഞാൻ പൂർണ്ണമായി ആത്മാവില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളൊക്കെ ജഡീയ സ്വഭാവം ഞാൻ പറയുന്നത് എന്നിൽ ഉൾപ്പെടെ ജഡീയ സ്വഭാവങ്ങൾ. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമം വരുമെന്നേ. ആരെങ്കിലും നമ്മൾ അപമാനിച്ച് നമുക്ക് സങ്കടം വരുമെന്നേ. കാരണം എന്താ
നമ്മുടെ ജഡം ചാകത്തോണ്ട് ഇത്. ഈ ജഡത്തിനെ മരിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മുടെ ജഡം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും. ഇത് ശത്രുവിന് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മളെ എവിടെ തൊട്ടാൽ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ പ്രാർത്ഥന കെടുത്താൻ പറ്റും, നമ്മളുള്ള തീയെ അഭിഷേകത്തിന്റെ തീയെ കെടുത്തി കളയാൻ പറ്റും. അത് ജ്വലിപ്പിക്കാതിരിക്കാൻ പറ്റും. ഇതെല്ലാം ശത്രുവിന് നന്നായിട്ട് അറിയാം. അവൻ ഓരോ ദിവസവും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എവിടെയൊക്കെ നമ്മൾ മരിച്ചിട്ടില്ല എന്ന് എവിടെയൊക്കെ തൊട്ടാൽ അവൻ നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മുടെ മുൻപോട്ടുള്ള ഓട്ടത്തെ തടയാൻ പറ്റുമെന്ന് ശത്രുവിന് നന്നായിട്ട്, അതുപോലെ നമ്മുടെ ജഡത്തിനും നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും പിടിച്ച് ഇരുത്താൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്തിൽ പെട്ടും പലപ്പോഴും നമ്മുടെ ഓട്ടം സ്ഥിരത ഓടാൻ കഴിയും. പക്ഷെ അതെല്ലാം വേറെ. പക്ഷെ നമ്മുടെ അതല്ല ഭാരങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നാളെ കുറിച്ചുള്ള ചിന്തകൾ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള ചിന്തകൾ, ഇതൊക്കെ നമ്മളെ ഒരു പരിധി വരെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു രോഗം വന്നാൽ, ഒരു ഭാരം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ചിന്തകളാണ്, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ. ഇത് നമ്മുടെ ഓട്ടത്തെ വേഗത കുറയ്ക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തില് നമുക്ക് മേൽ പകർന്ന് തീയെ കിടത്താൻ ഇപ്പൊ നമ്മളൊരു അടുപ്പില് തീ പണ്ട് അടുപ്പ് ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അടുപ്പില് തീ കത്തിക്കുന്നവർക്കറിയാം, ചുമ്മാ ഗ്യാസ് ഒന്നും കത്തുന്ന പോലെ കത്തത്തില്ല. അത് യഥാസമയത്തിൽ വിറക് കൃത്യമായി നീക്കി വെച്ച് കൊടുക്കണം. അത് ഇടയ്ക്കൊന്ന് ഊതി കൊടുക്കണം. അത് ചാരം വന്നു കഴിഞ്ഞാൽ അത് ചാരത്തെയൊക്കെ മാറ്റിയിട്ട് വീണ്ടും ആ തീയൊക്കെ വിറകൊക്കെ എടുത്ത് മുകളോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ആ തീ കത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കത്തിച്ച് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് നോക്കാം, ആ വിസിലടിക്കാൻ വരാന്നൊക്കെ പറഞ്ഞു വരാമെങ്കിൽ തീയും ഉണ്ടാകത്തില്ല, വിസിലും ഉണ്ടാകുന്ന അവിടെ തന്നെ ഇരിക്കത്തില്ല. കാരണം ഇതുപോലെ തന്നെയാണ് നമ്മളിലുള്ള ആത്മാവിന്റെ തീ. അത് വെറുതെ ഇട്ടിട്ട് പോയാൽ പോരാ, നമ്മൾ അതിനകത്ത് ചാരം മൂടാതെ അത് തീക്കെല്ലാം നീക്കി അത് വേണ്ടുന്ന രീതിയിൽ അതിനിങ്ങനെ ഓരോ പ്രാവശ്യം ഊതിയൊക്കെ ജ്വലിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അത് ജ്വലിച്ച് മുകളോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ അടുപ്പ് കത്തിച്ച് കുറച്ചൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ തീയെല്ലാം കെട്ട് എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു 1-2 കനലുണ്ടെങ്കിൽ അതിനടിയിലെ ചാരമൊക്കെ മൂടി കിടപ്പുണ്ടാവും. പിന്നെ അത് ഊതി കത്തിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണെന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഇതുപോലെ ആക്കി കളഞ്ഞാൽ പിന്നീട് അത് ജ്വലിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രയാസം തന്നെയാണ്. അതുകൊണ്ടപ്പം നമുക്ക് സ്ഥിരതയോടൊരു പ്രാർത്ഥന ചെയ്ത് നമുക്കുണ്ടാകണം. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും എന്റെ പ്രാർത്ഥനയിൽ ഒരു തടസ്സമില്ല. കാരണം പ്രാർത്ഥിക്കുന്നതിന് പൈശാചിക മണ്ഡലത്തിന് പേടിയാണ്. പ്രാർത്ഥിക്കുന്ന ഒരിക്കലും തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം ശത്രു നമ്മളെ തകർക്കണമെങ്കിൽ അവൻ നോക്കുന്ന നമ്മുടെ പ്രാർത്ഥനയെ നിർത്തിക്കാം. നമ്മൾ വചനം കേൾക്കുന്നതല്ല, വചനം പ്രസംഗിക്കുന്നതല്ല. ഇതിനൊന്നും അവന് പിശാചിന് ഭയമില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അവന് ഭയമാണ്. നമ്മൾ അഭിഷേകത്താലുള്ള, പ്രത്യേകിച്ച് നമ്മൾ അഭിഷേകത്തിലാണ് വെളിപ്പാടുള്ള പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഭയം പിശാച്. അപ്പൊ അവിടെ എന്താ നോക്കുക, ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാം. ഇത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് ഒരു ദിവസമെങ്കിലും മുടക്കിക്കാൻ പറ്റിയ അവിടെ ശത്രു ജയമെടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മള് അവിടെ നമുക്ക് പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണേ, നമുക്ക് കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല, എത്ര നേരം വേണം വചനം കേൾക്കാം നമുക്ക്. പക്ഷെ പ്രാർത്ഥിക്കണത് നമ്മുടെ മനസ്സിനൊരു എന്താ പറയാ, എന്താ പറയാ, ഒരു ഇത് വേണം. ഇപ്പൊ നമ്മുടെ ഒരു സിസ്റ്റർ എപ്പോഴും പറയും, സിസ്റ്റർ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണ്, പ്രാർത്ഥിക്കാൻ നല്ല. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം അങ്ങ് മോശമായി വരുമ്പോഴത്തേന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതാണ് ശത്രുവിന്റെ ജയം. അങ്ങനെ നമ്മൾ പറയുന്നെങ്കിൽ ഒരു കാര്യം ഡെയിലി അവൻ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ പ്രാർത്ഥനയെ മുടക്കാൻ കഴിയുന്ന എന്ത് കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ നമ്മൾ ജയിച്ച് മുന്നേറിയില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം അതൊരിക്കലും മാറത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു നന്നായിട്ടറിയാം അവൻ എവിടെ നമ്മളെ ഒതുക്കി ഇരുത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ഒതുക്കിയിരുത്തുന്ന മേഖലയാണത്. അവിടെ നമ്മൾ ഒതുങ്ങി പോകരുത്. നമ്മൾ പറഞ്ഞു വന്ന വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തുവിന് അവർ അസൂയ നിമിത്തം
ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നീതിയും ഇല്ലാതെ, ഒരു ന്യായവും ഇല്ലാതെ ശിക്ഷിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശത്രു കയറിയിട്ട് എന്തിനാ നമ്മളോട് ശത്രു ഇത് ചെയ്യുന്നത്, അല്ലെ എന്തിനാ പിശാച് ഇങ്ങനെ നമ്മളോട് പോരാടുന്ന വെച്ചാൽ എന്ത് നമ്മൾ ചെയ്തിട്ടാലും നമ്മുടെ കാര്യം ജീവിതത്തിൽ എന്താ അവന്റെ ജീവിതത്തെ അവന് നമ്മുടെ ജീവിതത്തെ കീറുന്നതിനും തകർക്കുന്നതിനും അവന് ന്യായകരമായിട്ട് ഒരു കാര്യവും വേണ്ട. അവന് നമ്മളോടുള്ള അസൂയ നിമിത്തം എന്താ അസൂയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവൻ പറയും, പണ്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നെ. ഞാൻ പാപം ചെയ്തപ്പോ എന്നെ വിട്ട് താഴേക്ക് ഇട്ട് കളഞ്ഞിട്ട് ആ സ്ഥാനത്താ നമ്മൾ ഓരോരുത്തരും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. ഇവിടുത്തെ ഈ ജീവിതം കഴിഞ്ഞാലും നമ്മൾ സ്വർഗത്തിൽ പോയാൽ നമുക്ക് എപ്പോഴും ആരാധന അവിടെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? കണ്ടിട്ട്. അപ്പൊ വെളിപ്പാട് പുസ്തകമായി അപ്പൊ നമ്മൾ അവിടെ ദൈവം അവന് എവിടെ നിന്ന് ഇറക്കി വിട്ടോ അവിടേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി നമ്മളെ അവനെ ദൈവത്തെ ആരാധിക്കാൻ നിർത്തുന്നതിനുള്ള അസൂയാണ്. അതിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കാനുള്ള അസൂയാണ്. എനിക്ക് നഷ്ടപ്പെട്ട നിനക്കും വേണ്ട. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടോ നിനക്ക് അത് അങ്ങനെ തന്നെ നഷ്ടപ്പെടാൻ വേണ്ടി നമ്മളെ പാപത്തിലേക്ക് തള്ളി വിട്ടിട്ട് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടത് അത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ദൈവത്തിന്റെ മഹത്വത്തിലായിരുന്നു, ഗ്ലോറിയിലായിരുന്നു ആദാമിനെ ഹവ്വയിനും ഏദൻ തോട്ടം അല്ലെ മഹത്വത്തിൽ നിന്ന് പുറത്താക്കിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ടാണ് ആ മഹത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അവരെ നമ്മുടെ ആ നഷ്ടപ്പെട്ട മഹത്വം നമുക്ക് യേശു കർത്താവിലൂടെ നമുക്ക് തിരിച്ചു നൽകുമ്പം ഈ മഹത്വം നമുക്ക് കിട്ടാതെ നമ്മളെ നഷ്ടപ്പെടുത്തി കളയാൻ എങ്ങനെ സാധിക്കുമെന്ന് അവൻ നോക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ അവന്റെ തന്ത്രത്തെ തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളും പാവങ്ങളും ഒന്നും മുറുകെ പിടിച്ചോണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തോട് തന്നെ പറയാം, കർത്താവ് ഞങ്ങള് പാപം ചെയ്യുന്നില്ല, ഇപ്പൊ നീതിയോടെ ജീവിക്കുന്നു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറുന്നതിന് അവന് നീതിയും ന്യായവും ഉണ്ട്. പക്ഷെ ദൈവം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, ന്യായാധിപനാണ്. അതുകൊണ്ട് നീതിയോടുകൂടി നമുക്ക് സകല. പക്ഷെ ഇവിടെയെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പക്ഷെ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ജയത്തോടുകൂടി മുന്നേറണമെങ്കിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശത്രുവിന് ഒരു ന്യായവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അവൻ തകർക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അവൻ എവിടെയാണ് നമ്മളെ തകർക്കാൻ നമ്മുടെ ജീവിതത്തിൽ തൊടുവാനായിട്ട് കഴിയുന്നാലും എവിടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഭാരം കൊണ്ടുവെക്കാൻ പറ്റുന്നത്, എങ്ങനെ നമ്മളെ ഒരു പാപത്തിലേക്ക് നടത്താൻ പറ്റും, ഇതെല്ലാം നോക്കി നമ്മളെ തകർക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഇതിനെയൊക്കെ ജയിച്ചു കയറാനായിട്ട് സ്ഥിരമായിട്ട് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ച് അറിയാന്ന് വെച്ചാൽ അവൻ തന്ത്രം ഒരുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ജാഗരിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നേറണം. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇവിടെ മടുക്കന്നിട്ട് തന്നെ അപമാനം പക്ഷെ കുരിശ് സഹിക്കുകയും ദൈവസംഹാരം വലതുഭാഗത്തിരിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്ക പാപികളാൽ തനിക്കുന്നേട്ടെ ഇങ്ങനെ വിരോധം സഹിച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത്. അവിടെ നമ്മൾ കാണുന്നു ക്ഷീണിച്ച് മടുക്ക പാപികളാൽ ഇങ്ങനെ അപ്പൊ വിരോധം സഹിച്ച് അപ്പൊ ദേശീയകർത്താനെ ധ്യാനിച്ച് നമ്മൾ ഇരിക്കും. ഞാൻ പറയാം, എനിക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസത്തോടെ കടന്നു പോകുമ്പോൾ അപ്പൊ ദൈവം തന്നെ നമ്മളോട് നീ കാൽവരി ക്രൂശിനെ ധ്യാനിക്കുന്നത്, കാൽവരി ക്രൂശിലേക്ക് നോക്കുക. ആ ക്രൂശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സകല ഭാരവും മാറിപ്പോകുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ കാണുന്ന അവിടെ ഇതിന്റെ തന്ത്രത്തിൽ പെട്ടുപോയി പാപം ചെയ്ത യൂതയെ നമ്മൾ കാണാം. പാപം ചെയ്ത യൂതയ്ക്ക് പിന്നെ അനുദപിച്ചിട്ട് പോലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അനുദപിച്ചു മടങ്ങിച്ചെന്നു പക്ഷെ എന്നിട്ടും യൂത ചെയ്ത തെറ്റിനെ യൂതയ്ക്ക് തിരുത്താൻ കഴിയാത്തതായിട്ട് നമ്മൾ കാണും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് അനുതാപം ഉണ്ടായിട്ട് ഇപ്പൊ നമുക്ക് ഗ്രേസിലാണ് നമ്മൾ ആയതുകൊണ്ട് നമുക്ക് അതിന് ചാൻസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ പറയും പക്ഷേ കർത്താവിന്റെ വരവ് എപ്പോഴാന്ന് അറിയത്തില്ലെങ്കിൽ ഹല്ലേലൂയ ഏത് സമയത്തും വരാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ അനുദവിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. കാരണം അതുകൊണ്ട് നാളത്തേക്കൊന്നും വെക്കരുത്. ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് ആത്മാ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തിക്കണം. കാരണം വെച്ചാൽ നമുക്ക് പിന്നീട് നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടത്തില്ല. കർത്താവ് ഏത് നിമിഷവും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ കർത്താവിന്റെ വരവിന് മുമ്പുള്ള ഒരു ന്യായവിധിയാണ് നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഇനി ഒരു അന്ത്യകാല ഉണർവും കൂടെ സംഭവിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ സംഭവിക്കുന്നതെല്ലാം കാണുമ്പോൾ നമുക്ക് കർത്താവിന്റെ വരവിനെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
അവിടെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ യേശു കർത്താവിന്റെ ജീവിതത്തിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം വായിക്കാൻ നമുക്കറിയാം. ആ ക്രൂശീകരണ സമയത്തൊക്കെ താഴെ കൂടെ പോകുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ യേശുവിനെ നോക്കി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ കർത്താവ് യേശു ക്രിസ്തു ഹാലിൽ വായ തുറന്നിട്ടില്ല, ആരോടെ പരിഹസിച്ചവരോട് മറുപടി പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെ ചിലപ്പോഴൊക്കെ പരിഹസിക്കും, നിന്ദിക്കും, ഹാലിലൊക്കെ പരിശുദ്ധ പലതുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവിടെയൊക്കെ നമ്മൾ വായ തുറക്കരുത്. നമ്മൾ അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കില്ല, അതിനെക്കുറിച്ച് ഭാരപ്പെടാൻ നിൽക്കില്ല. അതൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് നമ്മുടെ ഓട്ടത്തെ ഹാലിൽ കുറയ്ക്കാനായിട്ട് ഇടയാകില്ല. ഹാലിൽ നമ്മൾ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ മുമ്പിലെ മാതൃക. മറ്റൊരു മനുഷ്യനെ നോക്കി നമുക്ക് പോകാം. പൗലോസ് അപ്പോസ്തലനേ ഉള്ളൂ ഹാലിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ആ പൗലോസിന്റെ ജീവിതത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയാണ്. ഹാലി പൗലോസിനൊന്നും വലിയ കാര്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും മുഖം കൊടുത്തിരുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഹാലി നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥനയെ നിങ്ങൾ എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസം 2 ദിവസം 3 ദിവസങ്ങൾ പ്രാർത്ഥന മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഹല്ലേലൂയ അത് എത്രത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയും നമ്മുടെ ദൈവം നമുക്ക് കാണിച്ചെന്ന മാതൃകയെ നമുക്ക് ഫോളോ ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.